പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു കാര്യമായിരുന്നു. ക്രോസ് കട്ടിങ്ങിൽ ഒറ്റ ടക്ക് ബ്ലൗസിൻ്റെ പാറ്റേൺ ഒന്ന് നമുക്ക് പറഞ്ഞു തരണം, അതിൻ്റെ അളവുകൾ പറഞ്ഞു തരണം. കൂടുതലും മെയിൻ ടക്കിൻ്റെ കണക്കുകളെ പറ്റിയാണ് എല്ലാവരും ചോദിച്ചത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒറ്റ ടക്കും ആ ഒറ്റ ടക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മെയിൻ ടക്കിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികം സമയങ്ങൾ കളയുന്നില്ല. അപ്പം നമ്മൾ കാണിച്ചു തരുന്ന ആ ഒരു സൈസ് 37 അപ്പം നമുക്ക് 38 അതിൽ കണക്ക് കൂട്ടാം, 36 നമുക്ക് കണക്ക് കൂട്ടാം. ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നിങ്ങൾ വെട്ടിയാൽ മതി. അപ്പം ഒറ്റ ടക്ക് ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ഇന്നാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ 1/2 ഇഞ്ച് ലെങ്തിന് മാർക്ക് ചെയ്തു. ബാക്ക് ലെങ്ത് അടിച്ച് മറിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 ഇഞ്ചാണ് എളുപ്പം. 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. എപ്പോഴും തയ്യൽ തുമ്പും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് പോകണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണക്കായിട്ട് അത് കിട്ടുകയുള്ളൂ. അപ്പം 37ൻ്റെ 6ൽ ഒരു 1 നമ്മൾ ഭാഗം ചെയ്ത് 12 ഇഞ്ച് ഷോൾഡർ, 6 നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. 6 ഇഞ്ച് കൈക്കുഴി. ക്രോസ് കട്ടിങ് ബ്ലൗസിന് നമുക്ക് ബാക്ക് ടക്ക് കൊടുത്തും തയ്ക്കാം, ഇല്ലാതെയും തയ്ക്കാം. കൂടാതെ തന്നെ ഇതിന് നമ്മൾ ബാക്കിൽ ഒരു മോഡൽ നെക്കും കൂടെ ഇതിന് കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2.25 നെക്ക് വൈഡ് കൊടുത്തു. 6.5 ഇഞ്ചിൽ ഒരു മോഡൽ നെക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് സ്ക്വയർ വരച്ചിട്ട് തന്നെ അതിൻ്റെ മോഡലിലേക്ക് നമുക്ക് പോകാം. ഷോൾഡർ ചെറിയ ചെരിവ് കൊടുത്തു. പിന്നെ 37ൻ്റെ കൂടെ 4 കൂടെ ചേർക്കുന്നുണ്ട്. ചേർക്കുമ്പോൾ 41 കിട്ടും. ബോഡിയിൽ നിന്നെടുത്ത മെഷർമെൻറ്റാണ്. 41ൻ്റെ 4/1 10.25. 33 വേസ്റ്റ്, അത് 8.25. ഇത് തമ്മിൽ ഇങ്ങനെ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടേണ്ട അളവ് ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ചാണ്. അപ്പോൾ 37 ആകുമ്പോൾ 9.25. 9.25 1 ഇഞ്ച് കുറച്ച് നമുക്ക് 8.25 കിട്ടണം. 8.25 8.5 ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യണം. കറക്റ്റായിട്ട് തന്നെ ഏകദേശം വരുന്നുണ്ട്. 1.25 1.5 ഇവിടെ മാർക്ക് ചെയ്യണം. ഈ 6 ഇഞ്ച് എന്നുള്ളിടത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പം ഈ സാരി ബ്ലൗസിന് നമ്മൾ ബാക്ക് യു കൊടുക്കുന്നില്ല, നമ്മൾ ഒരു 3 പോയിൻ്റ് നെക്കാണ് കൊടുക്കുന്നത്. 3 പോയിൻ്റ് നെക്ക് കൊടുക്കുന്നത് കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ഒന്ന് നോക്കിക്കോണം. ഏത് രീതിയിലുള്ള സ്കെയിൽ വെച്ചാണ് ഈ നെക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് പ്രത്യേകം നോക്കി. ഇങ്ങനത്തെ ഒരു മോഡൽ നെക്കാണ് നമ്മൾ ഈ സാരി ബ്ലൗസിൽ നമ്മൾ കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നെക്കിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഷോൾഡർ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് വേണം ഈ ക്രോസ് കൊടുക്കാൻ. അപ്പോൾ ഏകദേശം ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെ വരും. ഇതുപോലത്തെ ഒരു ഷേപ്പാണ് നമ്മൾ ബാഗിൽ നെക്ക് വരുന്നത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അത് കഴിഞ്ഞു. ഷോൾഡർ ചെറിയ ഓൾ ഷേപ്പ് കൊടുത്തുകൊണ്ട് ബാക്ക് പീസ് വെട്ടിയിടുന്നു. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഈ ഓവൽ നെക്കിൻ്റെ ഷേപ്പ്. ഇതുപോലെയൊക്കെ മോഡലായിട്ടുള്ള നെക്കുകളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതും ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോകാം. അറുപത് ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് ഞാൻ ഈ സ്കെച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് 36 വീതിയാണെങ്കിൽ പോലും നിങ്ങൾ ഏകദേശം ഇതുപോലെ ഷേപ്പിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 4 ഇഞ്ച് തള്ളി നമ്മളിവിടെ ഒരു മാർക്ക് കൊടുത്തു. 1.5 ഇഞ്ച് നമ്മളിവിടെ തള്ളണം. ഈ ഭാഗത്ത് 1.5 ഇഞ്ച് തള്ളണം.
1.5 ഇഞ്ച് ഇവിടെ തള്ളി, 1/4 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് നമുക്ക് വരുന്നത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുത്തു. ഫ്രണ്ട് നെക്ക് നമുക്ക് വരുന്നത് 5.5 ഇഞ്ചാണ്. 5.25 മാർക്ക് ചെയ്യണം. 5.25 മാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് നമ്മൾ മോഡൽ കൊടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ സ്ക്വയറിൽ വരയ്ക്കണം. എന്നിട്ട് നല്ലപോലെ റൗണ്ടിൽ കൊടുത്ത് ഇങ്ങനെ വേണം ഫ്രണ്ട് നെക്ക് നമ്മൾ വരച്ചെടുക്കാൻ. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 3.25 ഇഞ്ച് ഇവിടെ മാർക്ക്. 3.25 ഇഞ്ച് 3.25 ഇവിടെയും മാർക്ക് ചെയ്തിട്ട് 4.25 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാം. വേറെ 1-2 പ്രധാന കാര്യങ്ങളുടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ കറക്റ്റ് ഷോൾഡറും ഇതേ അളവിൽ തന്നെ റെഡിയാക്കി എടുക്കുക. കൈക്കുഴി നമ്മൾ ഇതുപോലെ തന്നെ വെട്ടുന്നു. അപ്പോൾ ഒറ്റ ഡാട്ട എന്നുള്ള കാര്യം മറക്കരുത്. അതിന് കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കണം. അപ്പോൾ ഇത് 60 ഇഞ്ച് വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് ഞാനിത് ഒന്നിച്ച് വെട്ടിയത്. ഇപ്പം നിങ്ങൾ ക്രോസ് കട്ട് 36 ഇഞ്ച് വെട്ടുമ്പോൾ ഒരിക്കലും ഈ പടി വെട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഈ പടി ഇനി അവിടെ അത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കെച്ചായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ തുണി കുറവുള്ള തുണിയാണെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സപ്ല പീസ് വേറെ കട്ട് പീസിൽ വെട്ടിയെടുത്താലും മതി. ഇതിപ്പോൾ നമ്മളൊരു ഒറ്റട്ടക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ 4/1 ആദ്യം കണ്ടുപിടിക്കണം. അല്ല 10/1 ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എത്ര 37 വന്നു. അപ്പോൾ 37ൻ്റെ 10/1 എന്ന് പറഞ്ഞാൽ ഏകദേശം 3.25 കൂട്ടിക്കും. ഈ 3.25ൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ ചേർത്ത് 4 ഇല്ലെങ്കിൽ 4 ഒരു പോയിൻറ്റും ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ക്രോസ് കട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ കണക്ക്. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. ബോഡി വണ്ണത്തിൻ്റെ 10/1 4 ഇഞ്ച് കൂട്ടി വേണം നമുക്ക് ഈ ഒറ്റ ടക്കിൻ്റെ മാർക്ക് കൊടുക്കുവാൻ. 1/2 ഇഞ്ച് മേളിൽ തള്ളി അതിന് ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ ടേപ്പ് വെച്ച് 10.5 ഇഞ്ചാണ് ഡാട്ടിൻ്റെ അളവ്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു വര കൊടുത്തു. 1.25 3.5 ഇവിടെ മാർക്ക് ചെയ്തു. കറക്റ്റ് ഇങ്ങനെ തന്നെ വരച്ചു. 3/4 ഇഞ്ച് ഈ ഭാഗത്ത് താത്ത് വരയ്ക്കണം. അതായത് ഇതായി ഇവിടെ വരച്ചിട്ട് ഇതേപടി ഇങ്ങനെ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കണം. തുണി കുറവാണെങ്കിൽ ബെൽറ്റ് പീസ് നിങ്ങൾ ക്രോസ് കട്ടിങ്ങിന് ഒരിക്കലും വേറൊരു കട്ട് പീസെ വെട്ടിയെടുത്തിട്ട് സ്ട്രെയിറ്റ് വെട്ടിയെടുക്കാവുള്ളൂ. അപ്പോൾ പ്രത്യേകം ഓർത്തോണം. ഇത് പാറ്റേൺ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്രോസ് കട്ടിങ് ഞാൻ കാണിക്കുന്നത്. ഇനി നമ്മൾ ബെൽറ്റ് പീസ് ആദ്യം സെറ്റ് ചെയ്യുന്നു. 33 4/1 8.25 മാർക്ക് ചെയ്തു. നന്നായിട്ട് ക്രോസ് ചെയ്ത് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസും ഓക്കെ. ബെൽറ്റ് പീസ് ഈ സ്കെച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഇതുണ്ട് ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ സാധാരണ റോസ് എടുക്കുന്ന പോലെ തന്നെ ക്രോസ് ആണെങ്കിലും എടുത്തു കൊടുക്കണം. ഇത് ഒരു കാരണവശാലും ക്രോസ് ആണ് ബെൽറ്റ് തയ്ക്കാൻ ഉപയോഗിക്കല്. ഇനി അഥവാ നിങ്ങൾ ഈ ക്രോസ് വെട്ടിയെടുത്താലും ഇതിന് പകരം വേറൊരു സ്ട്രെയിറ്റ് പീസ് വെട്ടിയെടുക്കുക. ഇതിൻ്റെ അകത്ത് വേറെ തുണി വെച്ച് കട്ടിയുള്ള തുണി വെച്ച് തയ്ച്ചാലും കുഴപ്പമില്ല. നിർബന്ധമായിട്ടും കട്ടിയുള്ള തുണി കൊടുക്കണം. കാരണം ഒറ്റട്ടക്കിൻ്റെ ബ്ലൗസാണ്. അതോടൊപ്പം തന്നെ ഇത് ക്രോസും കൂടാണ്. ഈ ക്രോസ് പീസിനെ പിടിച്ചു നിർത്തുന്നത് ഈ സ്ട്രെയിറ്റ് പീസുള്ള ബെൽറ്റ് പീസാണ്. അത് പ്രത്യേകം ഓർത്തോണം. ഇവിടെ ശരിക്കും സ്ട്രെയിറ്റ് പീസ് തന്നെ കൊടുത്താലേ ഉള്ളൂ ക്രോസ് കപ്പ് സൈസ് ക്ലിയർ ചെയ്യുമ്പോൾ
ഒറ്റ ടക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മയിലിരിക്കട്ടെ. 3/4 ഇഞ്ച് നമുക്ക് എല്ലാ ബ്ലൗസിനും പോലെ ഇവിടെ എടുത്ത് കളയാം. 3/4 ഇഞ്ച് ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് കളയാം. അതായത് ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇതിങ്ങനെ മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് മാർക്ക് കൊടുത്തു. ഒരു 1/4 ഇഞ്ച് എപ്പോഴും നമ്മൾ എടുക്കുന്ന പോലെ ഇതാ ഇങ്ങനെ എടുത്ത് വിടുന്നു. അത് ഇത് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ആ ഭാഗത്തിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ 1/4 ഇഞ്ച് നിൽക്കാവുള്ളൂ. എപ്പോഴും അത് ഓർത്തോണം. ഇതിന് നടുക്ക് വരെ ഇവിടുന്ന് 1/4 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നു, ചെറിയ ഓവൽ പോലെ. ഫ്രണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1.25 താത്തിട്ട് ഒരു 1/2 ഇഞ്ചും 3/4 ഇഞ്ചിനും ഇടയിൽ ഫ്രണ്ടും എടുത്ത് കളയുന്നു. ഫ്രണ്ട് 1.25 ഇഞ്ച് തള്ളി ഇവിടം വരെ ആകാവുള്ളൂ, മൊത്തം കയറി പോകരുത്. ഇങ്ങനെ തന്നെ എടുത്ത് കറക്റ്റ് നമുക്ക് ഒറ്റ ടക്കിൻ്റെ ക്രോസ് കട്ടിങ് സാരി ബ്ലൗസാണ്. ബാക്ക് പീസ് വെച്ച് നമുക്കൊന്ന് സൈഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. കൈയുടെ ഇതിലേക്ക് പോകാം. നോക്കണം, സൈഡ് നമുക്കൊരു കാരണവശാലും വ്യത്യാസം വരരുത്. സൈഡ് പ്രത്യേകം കട്ടിങ്ങിൽ നോക്കണം. ഒരിക്കൽ കൂടി നമുക്ക് വേണേൽ കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം. ഇതാ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ തന്നെ അളന്ന് നോക്കണം. കറക്റ്റ് നമുക്ക് അത്രയും തന്നെ വരുന്നുണ്ട്. 8.25 ഇഞ്ച് കൈക്കുഴി നമുക്ക് തീർന്ന് കിട്ടണം. കൈ വെട്ടുന്നതിലേക്ക് പോകാം. നാലായിട്ട് നമ്മൾ പീസ് ഇങ്ങനെ മടക്കിയിട്ടു. അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു. നമ്മൾ 8.5 ഇഞ്ച് കഴിഞ്ഞു. 8.5 ഇഞ്ച് നമ്മൾ കൈനീളം മാർക്ക് ചെയ്യുന്നു. നമുക്ക് 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കണം. 11.5 ഇഞ്ച് നമുക്ക് അടിവശത്ത് കൈലൂസ് തീർന്ന് കിട്ടണം. 5.25 മാർക്ക് ചെയ്തു. 11.5 നമ്മൾ എഴുതി വിടണം. 1.25 നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണം. ഇനി ഈ മാർക്കിൽ നിന്നും 4 ഇഞ്ച് താത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് 8.25 ഇഞ്ച് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ എന്നിട്ട് കറക്റ്റ് ഇതിങ്ങനെ ഇതുപോലെ കൊടുത്തിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുക്കുന്നു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് നമ്മുടെ കൈക്കുഴി നമുക്ക് ചെക്ക് ചെയ്ത് പോകണം. ഒരു കാരണവശാലും കൈക്കുഴി നമുക്ക് വ്യത്യാസം വരാൻ പാടില്ല. പ്രത്യേകം അത് സൂക്ഷിച്ചോണം. ഇങ്ങനെ തന്നെ നമ്മുടെ കൈക്കുഴി ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് ഈ മാർക്കുമായിട്ട് കൈയുടെ മാർക്കുമായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന് വെച്ച് നോക്കിയതിന് ശേഷമേ ഉള്ളൂ നമ്മൾ കൈ വെട്ടാവുള്ളൂ. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ നമുക്ക് വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് കട്ടിങ് മാറ്റം വരുത്താൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഈ ഷേപ്പ് സ്കെയിൽ കൊണ്ട് ഈ 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. നമ്മൾ കൈ കട്ട് ചെയ്യാം. കൈക്ക് നമ്മൾ 1.25 ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈയുടെ ഫ്രണ്ട് വശം കുഴിച്ച് വെട്ടുന്ന കാര്യമാണ്. അപ്പോൾ 1.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 2 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു. ഇതിൻ്റെ നടുക്ക് 3/4 ഇഞ്ച് വരുന്ന പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. എത്രത്തോളമാണ് ഇതിൻ്റെ നടുക്ക്? 5 ഇഞ്ചാണ് 2.5 ഇവിടെ മാർക്ക് ചെയ്ത് അത്രയും ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യും. ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. കൈയുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടി ഫ്രണ്ട് തിരിച്ചറിയാനായിട്ടൊരു മാർക്ക് കൊടുത്തു. അപ്പോൾ ഏകദേശം 37 ഇഞ്ച് വണ്ണവും 33 ഇഞ്ച് ഇടവണ്ണവുമുള്ള ഒറ്റ ടക്ക് ക്രോസ് സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഓൾ ബട്ടൺ അമക്കണം. അതുപോലെ തന്നെ
തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മൾ പല സൈസിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും താങ്ക് യു.